ഇന്ന് നാം ലോകത്തിൽ കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഉപകരണങ്ങളും അനുദിനം നവീകരിക്കപ്പെട്ടിരുന്നവയാണ്, എന്നും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഉദാഹരണത്തിന്, റൈറ്റ് സഹോദരന്മാർ ആദ്യം പറത്തിയ വിമാനം എവിടെ? ഇന്നത്തെ വിമാനങ്ങൾ എവിടെ? ആദ്യത്തെ മൊബൈൽ ഫോണും ഇന്നത്തെ മൊബൈൽ ഫോണും തമ്മിൽ എത്രയോ അന്തരം. കാറുകൾ, വീടുകൾ തുടങ്ങി സകല ഉൽപ്പന്നങ്ങളുടെയും നിർമ്മിതികളുടെയും കാര്യവും അങ്ങനെ തന്നെ. നവീകരിക്കപ്പെടുക എന്നത് പുരോഗതിയുടെ ഭാഗമാണ്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. ആചാരങ്ങളും ശീലങ്ങളുമൊക്കെ എന്നും മാറ്റത്തിനും നവീകരണത്തിനും വിധേയമാകുന്നുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ആരാധനകളും പ്രാർത്ഥനകളും എന്നും നവീകരിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ദൈവവിശ്വാസത്തിന് മാറ്റമില്ലെങ്കിൽ, അത് ഉറപ്പുള്ളതാണെങ്കിൽ, ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്കും ആരാധനാക്രമത്തിനും ഇടയ്ക്കിടെ മാറ്റം വരുത്തുന്നത് എന്തിനാണ്? പഴഞ്ചനായി, കാലഹരണപ്പെട്ടു എന്നൊക്കെ തോന്നുമ്പോഴാണല്ലോ പുതുക്കണമെന്ന് തോന്നുന്നത്. യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മിതികളുടെയും കാര്യത്തിൽ പഴഞ്ചൻ, കാലഹരണം എന്നൊക്കെ സംഭവിക്കാം. ബന്ധങ്ങളിൽ അങ്ങനെ സംഭവിക്കുമോ? കുറച്ചുനാൾ കൂടെ കഴിഞ്ഞ ഭാര്യയും കുഞ്ഞുനാൾ മുതൽ കാണുന്ന അപ്പനും അമ്മയും പഴഞ്ചരക്കാകുമോ? ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനയിലും വളർന്ന ഒരാൾക്ക് കാലക്രമത്തിൽ അത് നഷ്ടമായേക്കാം. എന്നാൽ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും പ്രാർത്ഥനകൾ പഴഞ്ചനായെന്ന് പറഞ്ഞ് പുതുക്കുകയും ചെയ്യേണ്ടതുണ്ടോ? ഭാഷ മാറുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ആയിക്കോട്ടെ. കഴിഞ്ഞ 90 വർഷത്തിനിടെ സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിൽ 1 ഡസനിലധികം നവീകരണങ്ങൾ അഥവാ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതുവരെ ഉപയോഗിച്ചതിൽ കുറവുണ്ട് എന്ന് തോന്നുമ്പോഴാണല്ലോ എന്തും പരിഷ്കരിക്കുന്നത്. കുർബാന പരിഷ്കാരികൾക്ക് ഇപ്പോഴും തൃപ്തിയായിട്ടില്ല. ആരാണ് ഈ പരിഷ്കർത്താക്കൾ? ദൈവശാസ്ത്രജ്ഞന്മാർ എന്ന് അവകാശപ്പെടുന്നവർ, ബൈബിൾ പണ്ഡിതർ, സഭാവിജ്ഞാനികൾ. എന്തിനു പറയുന്നു, സാക്ഷാൽ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന പോലും മാറ്റിയെഴുതി. Forgive us our sins as we forgive those who sin against us എന്നതിൻ്റെ കൃത്യമായ മലയാളം, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ്. അതായത് ഇന്നലെയും ഇന്നും നാളെയും എന്നേക്കും ആ ക്രിയ ബാധകമാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയുന്നത് പോലെ, സൂര്യൻ ഇന്ന് കിഴക്കുദിച്ചു, ഇന്നലെ കിഴക്കുദിച്ചു, നാളെ കിഴക്കുദിക്കും എന്ന് പറയേണ്ട കാര്യമില്ല. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്നും എന്നേക്കും ഒരുപോലെയുള്ളൊരു സത്യമാണ്, സാർവകാലികമാണ്. അതാണ് യേശു പഠിപ്പിച്ചത്. ഇന്നലെ വരെ ഞാൻ ക്ഷമിച്ചതുപോലെ എന്നോ, ഇപ്പോൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്നോ, നാളെ ഞാൻ ക്ഷമിക്കാൻ പോകുന്നത് പോലെ എന്നോ അല്ല യേശു പഠിപ്പിച്ചത്. ആസ് വി ആർ ഫോർഗിവിങ് എന്നൊന്നുമല്ല, ആസ് വി ഫോർഗിവ് ദോസ് ഹു സിൻ അഗൻസ്റ്റ് us. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്നത് മാറ്റി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്നാണ് അർത്ഥം. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ, ഇതുവരെ ക്ഷമിച്ചതുപോലെ എന്നല്ല അർത്ഥം. അങ്ങനെയൊക്കെ യേശുവിൻ്റെ പ്രാർത്ഥന തിരുത്താൻ യോഗ്യനായി ആരുണ്ട് ഈ ഭൂമിയിൽ? ഇവിടുത്തെ ദൈവശാസ്ത്ര മഹാപണ്ഡിതന്മാർ, യേശുവിനേക്കാൾ പണ്ഡിതരെന്ന് വിചാരിക്കുന്ന മണ്ടന്മാർ ആ പ്രാർത്ഥന മാറ്റി എഴുതി. അങ്ങനെ അവർ കുർബാനയും മാറ്റി എഴുതി. 1 അല്ല 10 അല്ല, ഒരുപാട് വട്ടം. എത്രയെത്ര മാറ്റിയിട്ടും മതി വരുന്നില്ല. അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ട് ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ഇപ്പോഴും സഭാതലവന്മാർ അവർക്ക് ഇന്നുവരെ പിടികിട്ടാത്ത കുർബാനയുടെ ചുറ്റും ഓടിക്കളിക്കുകയാണ്. അവർക്കൊന്നും പിടികിട്ടിയിട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മൂലം അവരിലൂടെ ചില നവീകരണ നിർദ്ദേശങ്ങളും കൽപ്പനകളും പുറത്തു വന്നു പലവട്ടം. അത് നടപ്പാക്കാൻ പോലും കഴിയാത്ത വിധം പിശാചിന്റെ പിടിയിലായിപ്പോയ മെത്രാൻ സംഘത്തിന്റെ ദുർനടപടികൾക്കെതിരെ മാർപ്പാപ്പയുടെയോ സിനഡിന്റെയോ അംഗീകാരമില്ലാതെ ഏകപക്ഷീയമായി തട്ടിലും പാമ്പ്ലാനിയും കൂടി പുറത്തിറക്കിയ വ്യാജ മാർഗരേഖയ്ക്കെതിരെ സത്യവിശ്വാസികൾ ഇന്ന് പ്രതിഷേധിക്കുകയാണ്. എറണാകുളം രൂപതാ കേന്ദ്രത്തിന് മുന്നിൽ 2026 ജൂൺ 25 ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് യേശുവിലും ദിവ്യബലിയിലും സഭയിലും വിശ്വാസമുള്ള പ്രിയപ്പെട്ടവരെ, സംഘടിക്കുവിൻ. വർഷങ്ങളോളം സമയമെടുത്ത് പഠിച്ച് തയ്യാറാക്കി പുതുതായി അവതരിപ്പിച്ച കുർബാനക്രമം, ഇതേ പാടുള്ളൂ എന്ന് സഭാതലവന്മാർ കൽപ്പിച്ച കുർബാനക്രമം ഇതുവരെ നടത്തിക്കിട്ടാത്തതിൽ പ്രതിഷേധിച്ച്, വിശ്വാസികൾക്ക് അവകാശമായി കിട്ടേണ്ട ആരാധനക്രമം നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇന്ന് വിശ്വാസികൾ ഒന്നു ചേരുകയാണ്. എല്ലാവരും ഇന്ന് ഉച്ചകഴിഞ്ഞ് 2026 ജൂൺ 25 3 മണിക്ക് രൂപതാ കേന്ദ്രത്തിന് മുൻപിൽ എത്തുവാൻ അപേക്ഷിക്കുന്നു. എല്ലാ ആശംസകളും.